ഹലോ ഗായ്സ്, വീൽസ് ഓൺ റോഡ്സിൻ്റെ ഒരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ പഴയ വീടും അതിൻ്റെ പരിസരത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം, കാഴ്ചകൾ കാണാം. ഈ മല എങ്ങനെയുണ്ട് ഇവിടെ നിന്ന് കാണുന്നത്? ഞങ്ങളുടെ പാറയാണ് കേട്ടോ ഇത്. ഈ പാറയിൽ നിന്ന് കാണുന്ന ഈ വ്യൂ എങ്ങനെയുണ്ട് ഒന്ന് നോക്കിക്കേ. ഏതാ വ്യൂ അല്ലേ? പൊളിയല്ലേ? ഈ പാറ എന്ന് പറഞ്ഞാൽ ചെറിയ പാറയൊന്നുമല്ല കേട്ടോ. ഈ കിടക്കുന്ന കമ്പുകൾ, ഈ പുല്ലുകളൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇത് ഫുൾ വലിയൊരു പാറയാണ്. അങ്ങ് താഴെ വരെ വലിയൊരു പാറയാണ്. നല്ല രസമാണ്. ഞങ്ങൾ ഇതിലെ ചെറുപ്പത്തിലൊക്കെ താഴോട്ട് ഓടിയും താഴെ വരെ പോവും, ഇങ്ങോട്ട് വരും ഒക്കെ ചെയ്യുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം ഉണ്ടെന്നുള്ള കേട്ടോ. ഇവിടെ നിന്നൊക്കെ ശരിക്കും ഒന്ന് സ്ലിപ്പായി പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മീൻസ് ആളെ കിട്ടുമെന്ന് വരെ സംശയം. അത്രയ്ക്കും താഴ്ചയിലേക്കുണ്ട് ഈ പാറ. പക്ഷേ രസമാണ്. പുറത്തുനിന്നൊക്കെ നിങ്ങൾക്ക് ഈരാറ്റുപേട്ടയൊക്കെ കുടുംബക്കാരുണ്ട്. പിന്നെ താഴെ ഈ പുല്ലുരാമ്പാറയാണ് ഇത്. പുല്ലുരാമ്പാറ കൊടക്കാട്ടുപാറയാണ് കറക്റ്റ് ലൊക്കേഷൻ. അപ്പം ഞങ്ങൾക്ക് താഴെയൊക്കെ ഉള്ള ഫ്രണ്ട്സ് വരുമ്പോഴും ദൂരത്തു നിന്നുള്ള ഉമ്മച്ചീൻ്റെ വീട് തലയാടാണ്, താമരശ്ശേരി. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്ക് വരുമ്പോഴും വാപ്പാടെ ആൾക്കാർ കോട്ടയം ഈരാറ്റുപേട്ടയാണ്. അവിടെ നിന്നുള്ള ആൾക്കാർ വരുമ്പോഴൊക്കെ ഈ പാറയൊക്കെ വലിയൊരു അത്ഭുതമായിരുന്നു. അത്ഭുതം മീൻസ് അത്ഭുതം തന്നെയാണ്. കാരണം അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഓരോ ഭാഗത്തും ഓരോ സൃഷ്ടികൾ അതൊരു എന്താ പറയുക, ലാൻഡ്സ്കേപ്പിലെ ഓരോ എന്താ പറയുക വ്യത്യാസങ്ങൾ അവരുടെ ദൈവത്തിൻ്റെ ഓരോരോ കഴിവുകൾ തന്നെയാണ് മനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലേ, ഇവിടുത്തെ ഈ പച്ചപ്പ് നോക്കിക്കേ, അടിപൊളിയല്ലേ ഗൈസ്? വാവ്. നമുക്ക് മുകളിലോട്ട് പോവാം, മുകളിൽ ഓരോ കാഴ്ചകൾ കാണിച്ചു തരാം. അതിന് മുമ്പ് ഈ ഒരു മരം നോക്കി, അതിൻ്റെ പൂക്കൾ നോക്കി. ഇവിടെ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല. അതിലൊക്കെ വന്ന് കിളികളും പൂമ്പാറ്റകളും ഒക്കെ വന്നിരിക്കും. പൂമ്പാറ്റകളെ തിക്കിളികളെ ഒക്കെ മാക്സിമം പറ്റുന്നത്രയും ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഒരു നല്ല ഫോൺ ഉണ്ടായത്, അതിപ്പം അത് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഒരു സെക്കൻഡറി ആയിട്ടുള്ളൊരു ഫോണിലാണ് ഇപ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്യണത്. വീഡിയോയ്ക്ക് എത്ര ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, നോക്കാം. ഗൈസ്, ഈ പാറയിൽ നിന്ന് കണ്ടൊരു സാധനമാണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇത് മുള്ളൻ പന്നിയുടെ മുള്ളാണ് ഗൈസ്. മുള്ളൻ പന്നി അതിൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് ഉണ്ടാകുന്നൊരു മുള്ളാണ്. നമുക്ക് ഇവിടെ തന്നെ ഇടാം. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സ് പയ്യന്മാർ ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങൾ കോഴി ചുട്ട് കഴിച്ച സ്ഥലമാണ്. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഈ ഒരു മരം നിങ്ങൾക്ക് ഈ വള്ളിച്ചെടി എന്താണെന്ന് അറിയാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഇലയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതിലുണ്ടാകുന്ന ഒരു ഫലമാണിത്. നട്ടുവെച്ചൊന്നുമല്ല, തന്നെ ഉണ്ടാകുന്നതാണ്. ഇതിന് പിഞ്ചായിരിക്കുന്ന സമയത്ത് നമുക്കിതിനെ കഴിക്കാനൊക്കെ, മീൻസ് കറിയിലൊക്കെ ഇട്ട് കഴിക്കാനൊക്കെ കൊള്ളാം. ഇത് പിന്നെ മൂത്ത് കഴിഞ്ഞാൽ, നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഉണങ്ങിയിട്ട് ഇതിൻ്റെ പുറത്തെ തൊണ്ട് പൊടിച്ച് കളഞ്ഞ് ഉള്ളിലെ കുരു ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ശരീരമൊക്കെ മേലൊക്കെ തേച്ച് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പീച്ചിങ്ങ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. നല്ല സാധനമാണ്, കറി വെച്ചാലും നല്ലതാണ്. പിന്നെ ഇത് കയറിയിരിക്കുന്ന ഈ മരമുള്ള ചെറിയ ചെടി, ഇത് വെച്ച് ഞങ്ങൾ ഇതിൻ്റെ മുകൾ ഭാഗം പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ഒരു നീരുണ്ട്, അതെടുത്തിട്ട് ഞങ്ങൾ പണ്ട് ഈ ബബിൾസില്ലേ, ഈ കടപ്പുറത്തൊക്കെ പോയാൽ വാങ്ങിക്കാൻ കണ്ടുന്ന ബബിൾസിൻ്റെ ആ ഒരു സംഭവം ഉണ്ടാക്കി ഇങ്ങനെ ബബിൾസ് വിടുമായിരുന്നു. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. പിന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, ഞങ്ങളുടെ ഈ പ്ലാവിൽ ചക്ക ഉണ്ടായിട്ടുണ്ട്. വല്യാപ്പ നട്ടുവെച്ച പ്ലാവാണ്. മാമിയുടെ പറമ്പിൽ, അതായത് വാപ്പയുടെ പെങ്ങളുടെ പറമ്പിൽ വല്യാപ്പ നട്ടുവെച്ച പ്ലാവാണ്. അത് കാഴ്ചയിപ്പുണ്ട്. ഈ മരം നിങ്ങൾ എന്തായാലും അറിയണം. എസ്പെഷ്യലി നിങ്ങളൊരു ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ മരം എന്താണെന്ന് അറിയണം. ഇതിൻ്റെ നല്ല കായൊന്നും ഇപ്പോൾ കാണുന്നില്ല. തൊട്ടപ്പുറത്ത് നമുക്കൊരു മരമുണ്ട്, അതിനകത്ത് കായുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതിൽ കായുണ്ട്. മുകളിൽ കാണുന്നതാണ് ഇതിൻ്റെ കായ, കൊക്കോക്ക. ഈ കൊണ്ടാണ് ഈ കായയുടെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റാണ് ചോക്ലേറ്റ്. മീൻസ് എന്നു വെച്ചാൽ അതിനെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇതിനെ ഇവിടെ നിന്ന് എടുത്ത കൊക്കോക്ക താഴത്തെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരുന്നു ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കത് കഴിഞ്ഞില്ല. കാരണം അത് ഉണക്കി എടുത്തു വെച്ചിട്ട് പൊടിച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊക്കെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്.
പക്ഷെ എനിക്ക് ഉണക്കി വെച്ചു എന്നല്ലാതെ ഉണക്കി എടുത്തു വെക്കാൻ ഉമ്മാനെ ഏൽപ്പിച്ചു എന്നല്ലാതെ ഞാനത് ഉണ്ടാക്കിയില്ല. ഞാൻ ഉണ്ടാക്കുന്നൊരു വീഡിയോ ഇൻഷാല്ലാ ഞാൻ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ കൊക്കോയും കണ്ടു. ഇനിയുള്ളൊരു സാധനമാണ് ഇതിൻ്റെ ഫലമാണിത് കേട്ടോ. ഈ മരത്തിൻ്റെ ഫലമാണ് ഇതിന് പല നാട്ടിൽ പല പേരുകളാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ നാട്ടിൽ എന്തായാലും ചിലിമ്പിക്ക അല്ലെങ്കിൽ ചിലിമ്പിപ്പുളി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ സീസൺ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇവിടെ ഇതാ കുറച്ചുണ്ട് ഇങ്ങനെ കൂട്ടമായിട്ടുണ്ടാവുക. ഈ മരത്തിൽ ഈ മുട്ട് കണ്ടില്ലേ, ഇങ്ങനെ ഓരോരോ മുട്ട് പോലെ ഇങ്ങനെ ഇതുണ്ടോ ഇവിടെയൊക്കെ നിറയെ ഉണ്ടാവും. ഈ മരത്തിൽ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഉണ്ടാവുക ചെയ്യുക, അല്ലാതെ ഏരങ്ങളിൽ പോയിട്ടുണ്ടാവുന്നല്ല. ഫുള്ള് മരം നിറയെ ഉണ്ടാവും, കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. പിന്നെ ഇവിടെ ഉമ്മച്ചി കഷ്ടപ്പെട്ട് വളർത്തുന്ന കറിവേപ്പില മരം. ഇങ്ങനെ പോയാൽ നമുക്ക് വീടിൻ്റെ മുറ്റത്തെത്തി. ഇവിടെ റോഡ് വന്നപ്പോൾ റോഡിലായി പോയൊരു മാവ് കാണാം. കിളിച്ചുണ്ട മാവാണ് ഇതെന്താണ്, റംബൂട്ടാനാണ്. റംബൂട്ടാൻ അപ്പുറത്തും ഇപ്പുറത്തും ഓരോന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മുള്ളാത്ത എന്ന് പറഞ്ഞൊരു മരമുണ്ട്, അത് കായ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ കാവൊന്നും കാണുന്നില്ല അതിൽ. അങ്ങനെയാണ് വിഭവങ്ങളുടെ വിശേഷങ്ങൾ. വേറെ ഉണ്ട്, തേങ്ങ, അടയ്ക്ക, അതൊക്കെ ഉണ്ട്. പിന്നെ എല്ലായിടത്തും ഉള്ളതല്ലാണുള്ളത് വെച്ചിട്ടാണ് ഞാൻ കാണിക്കാതിരിക്കുന്നത്. ഇതാണ് കേട്ടോ കാഴ്ച നമ്മൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന വീട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ റബ്ബറൊക്കെ വെട്ടാനുള്ളത് കൊണ്ട് വാപ്പിച്ച് മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് വരും, വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വരും. എന്നിട്ട് ഇവിടെ താമസിച്ചിട്ട് ഇവിടെ ആ കാണുന്ന അത് പോത്തിൻ്റെ കൂടാണ്. ആദ്യം പശുക്കൂടായിരുന്നു, പിന്നെ പശുവിനെ ഒഴിവാക്കിയതിന് ശേഷം ഇപ്പോൾ പോത്തിനെ വളർത്തുന്നത്. അപ്പോൾ അവിടെ പോത്ത് കെട്ടും. എന്നിട്ട് ആ പോത്തിനെയൊക്കെ നോക്കിയിട്ടാണ് വാപ്പിച്ചി ഇപ്പോൾ നിൽക്കുന്നത്. റബ്ബർ വെട്ടും, പോത്തിനെ നോക്കും, ഇതൊക്കെയാണ് വാപ്പിച്ചി. ഞാനിപ്പോൾ ഇന്ന് സത്യം പറയുകയാണെങ്കിൽ എന്താ പറയുക, വാപ്പിച്ചിക്കുള്ള ഫുഡുമായിട്ട് വന്നതാണ്. ചേമ്പായിരുന്നു ഇന്ന് വീട്ടിലെ ഫുഡ്. അപ്പോൾ ചേമ്പും ചമ്മന്തിയായിട്ട് വന്നതാണ് വാപ്പിച്ചിക്ക്. വാപ്പിച്ചി പറഞ്ഞു, ഞാൻ പാലെടുക്കാൻ കൂടി തരണമെന്ന് ചോദിച്ചു. വാപ്പിച്ചിന് വേണ്ട, നീ അപ്പുറത്തെ പറമ്പിൽ ഒട്ടുപാലുണ്ട്, അതൊന്നും എടുത്തുകൊണ്ട് വരാമോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ ഒട്ടുപാലെടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഒരു ചെറിയ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. വേറെ പല വീഡിയോകളൊക്കെ എടുത്ത് നോക്കി, ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് തോന്നിയിട്ട് അങ്ങനൊരു വ്ളോഗ് എടുത്ത് നോക്കിയതാണ്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ പറയുക, ഈ ലോങ് വീഡിയോൻ്റെ കുറച്ച് വാച്ച് അവേഴ്സ് കൂടെ എനിക്ക് ആവശ്യമുണ്ട്, എന്നാലേ ചാനൽ മോണിറ്റൈസേഷൻ ആകുള്ളൂ. ചാനൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ എനിക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് ഗൈസ്. ഒരുപാട് പ്രതീക്ഷകളുണ്ട് എനിക്ക് നിങ്ങളിലേക്ക്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞാൻ മനസ്സിൽ ഉറപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കുക, അതേപോലെ തന്നെ ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കാണുക, നിങ്ങളെ കാണിക്കുക, എന്തൊക്കെ വളരെ ഉദ്ദേശങ്ങളുണ്ട് എനിക്ക്. അപ്പം അതെല്ലാം നിറവേറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിലപ്പുറം പ്രാർത്ഥനയാണ് മെയിൻ. പിന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ഇങ്ങോട്ട് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമല്ലോ. ഇതിങ്ങനെ പറഞ്ഞത് മോശമായി, അല്ലെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞത് നന്നായി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഓക്കെ, മായ് സലാമ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും മായ് സലാമ.